പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. അപ്പോൾ നമ്മൾ ഇന്നേ ദിവസം പഠിക്കുന്നത് SCRT സോഷ്യൽ സയൻസ് ആറാമത്തെ ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ്. എട്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ ക്ലാസ്സിൽ പ്രാചീന തമിഴകത്തെ കുറിച്ച് അടിസ്ഥാനമായ വിവരങ്ങൾ നമ്മൾ പഠിച്ചു. അവിടെ ജാതി വ്യവസ്ഥിതി ഇല്ലായിരുന്നു, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലായിരുന്നു, ജനങ്ങൾ തമ്മിൽ വേർതിരിവില്ലായിരുന്നു. എന്നാൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ഭൂപ്രകൃതിയിലാണ് ഓരോരുത്തരും ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ശരിയാണേ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഓരോ പ്രദേശത്തും പ്രത്യേകിച്ചാണ് അവർ ജീവിച്ചിരുന്നത് നമ്മൾ പഠിച്ചു. ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇന്നേ ദിവസം ഇനി തുടർന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സംഘകാലത്ത് ഭൂപ്രകൃതിയെ പ്രധാനമായും അഞ്ചായി വേർതിരിച്ചിരുന്നു. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? തിണകൾ എന്നറിയപ്പെടുക. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു. ഇവ നമുക്ക് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘകാല കൃതികളിൽ നിന്നാണ് അറിയുക. സംഘകാല കൃതികൾ ഏത് ഭാഷയിലാ? തമിഴിലല്ലേ? അതുകൊണ്ട് തമിഴിൽ 5 എന്നതിനെ തമിഴില് ഐന്ത് എന്നാണ് പറയുക. മലയാളത്തിൽ 5നെ തമിഴിൽ എന്തെന്ന് പറയും? ഐന്ത് എന്ന് പറയും. ഐന്തിണകൾ മലയാളവൽക്കരിച്ചാൽ 5 തിണകൾ, തമിഴിൽ പറഞ്ഞാൽ ഐന്തിണകൾ എന്ന പേരിലാണ് അറിയപ്പെടുക. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവന മാർഗവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും വ്യത്യസ്തമായിരുന്നു. അത് ഓരോന്നും നമുക്ക് പഠിച്ചുറപ്പിക്കണം. PSC പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന ഒരു മേഖലയാണ്. മിക്കവാറും PSC പരീക്ഷകളിൽ ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, തിണകൾ. കുറിഞ്ചി എന്നറിയപ്പെട്ടിരുന്നത് കാടും മലയും ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ്, അല്ലെങ്കിൽ പർവ്വത മേഖല. പർവ്വതങ്ങളോട് ചേർന്നാണല്ലോ കാടുണ്ടാവുക കേട്ടോ. കാടും മലയും ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. വനത്തിൽ ജീവിക്കുന്നവർ എന്താ ഉപജീവന മാർഗം സ്വീകരിക്കുക? വനവിഭവങ്ങൾ ശേഖരിക്കും, കൂടാതെ വേട്ടയാടും. വനവിഭവങ്ങൾ ശേഖരിക്കും, കൂടാതെ വേട്ടയാടും. ശരിയാണേ. ഇനി രണ്ടാമത്തെ ഭൂപ്രദേശം എന്ന് പറയുന്നത് മുല്ലൈ. മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നൻ ചെരുവുകളാണ്. കുന്നൻ ചെരുവിൽ പ്രധാനമായിട്ട് എന്തായിരിക്കും കാണുക? അതിശക്തമായ കാറ്റ് വീശിയടിക്കുന്ന ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ വലിയ മരങ്ങളൊന്നും കാണാൻ ചാൻസ് ഇല്ല. വലിയ മരങ്ങൾ കാണപ്പെടുന്നത് പർവ്വത മുകളിലാണ്. അവിടെ അതുകൊണ്ട് ആ ആ, മരങ്ങൾ നിബിഡമായി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അതിനെ നമ്മൾ കാടെന്ന് വിളിച്ചു. എന്നാൽ കുന്നിന്റെ ചരിവില് എന്തുണ്ടാവില്ല? അതിശക്തമായി കാറ്റ് വീശിയടിക്കുന്നതുകൊണ്ട് വളരെ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ ഉണ്ടാവില്ല. പകരം പുൽമേടുകളും കുറ്റിക്കാടുകളുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പുൽമേടുകളും കുറ്റിക്കാടുകളും ഉള്ളതുകൊണ്ട് കന്നുകാലി വളർത്താൻ ഏറെ സൗകര്യമാണ്. കന്നുകാലികൾക്ക് അവ ഭക്ഷണമായി മാറുമല്ലോ. അപ്പോൾ മുല്ല എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പുൽമേടുകളും കുറ്റിക്കാടുകളുമാണ്. അവിടെ പ്രധാനമായും ജനങ്ങൾ ചെയ്തിരുന്നത് കന്നുകാലി മേയ്ക്കലായിരുന്നു. പാലൈ. പാലൈ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ വരണ്ട ഭൂപ്രദേശമാണ്. അവിടെ വനവിഭവം ശേഖരിക്കാൻ പറ്റുമോ? ഇല്ല. വേട്ടയാടാൻ പറ്റുമോ? ഇല്ല. കന്നുകാലി മേയ്ക്കാൻ പറ്റുമോ? ഇല്ല. കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. മത്സ്യബന്ധനം നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ ജോലിയൊന്നും ഇല്ലാതായപ്പോ അവിടുത്തെ ജനങ്ങൾ എന്തായിട്ട് മാറി? കൊള്ളക്കാരായിട്ട് മാറി. അവിടെ പ്രധാന ഉപജീവന മാർഗം എന്താ? കൊള്ളയും കവർച്ചയുമായിരുന്നു. കൊള്ളയും കവർച്ചയുമായിരുന്നു. കേട്ടോ? മറക്കല്ലേ. അപ്പോൾ പാലൈ ഭൂപ്രദേശം വരണ്ട ഭൂപ്രദേശമാണ്, അഥവാ പാഴ്ഭൂമി എന്നാണ് നമ്മൾ വിളിക്കുക. വരണ്ട ഭൂപ്രദേശം അഥവാ പാഴ്ഭൂമി. പാഴ്ഭൂമി. അവിടുത്തെ ജോലി എന്താ? കൊള്ളയും കവർച്ചയും. മരുതം ഭൂപ്രദേശം എന്ന് പറയുന്നത് വയൽ പ്രദേശമാണ്. അവിടുത്തെ പ്രധാന ജോലി എന്ന് പറയുന്നത് കൃഷിയാണ്. വയൽ പ്രദേശം എന്ന് പറയുമ്പോൾ നദീതീരം എന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. വയൽ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ നദീതീരമാണ് കേട്ടോ. നദീതീരം. മരുതം എന്ന് പറഞ്ഞാൽ വയൽ പ്രദേശം, അതായത് ഫലപുഷ്ടമായ മണ്ണുള്ള സ്ഥലം, സമതലം എന്നർത്ഥം. വയൽ എന്ന് പറഞ്ഞാൽ സമതലമാണല്ലോ. വയൽ ഭൂപ്രദേശം, നദീതീരം അഥവാ സമതല ഭൂപ്രദേശം. ഫലപുഷ്ടമായ മണ്ണുള്ളത് കൊണ്ട് അവിടുത്തെ ഉപജീവന മാർഗം എന്താണ്? കൃഷിയാണ്. ഓക്കെ. ഇനി നെയ്തൽ ഭൂപ്രദേശം. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലുമാണ്. മീൻ പിടിക്കാൻ വേണ്ടി എന്ത് വേണം? വല നെയ്യണം. അതുകൊണ്ടാണ് ആ ഭൂപ്രദേശത്ത് നമ്മൾ എന്തെന്ന് വിളിച്ചത്? വല നെയ്യുന്ന സ്ഥലമായതുകൊണ്ട് നെയ്തൽ എന്ന് വിളിച്ചത്. അപ്പൊ കുറിഞ്ചി എന്ന് പറഞ്ഞാല് കാട്, മല, പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശം. അവിടുത്തെ പ്രധാന ജോലി വനവിഭവ ശേഖരണം, വേട്ടയാടൽ എന്നിവ. മുല്ലൈ ഭൂപ്രദേശം പുൽമേടുകളും കുറ്റിക്കാടുകളും അവിടുത്തെ പ്രധാന ജോലി കന്നുകാലി മേയ്ക്കലാണ്. പാലൈ ഭൂപ്രദേശം എന്ന് പറയുന്നത് വരണ്ട ഭൂപ്രദേശം അഥവാ പാഴ്ഭൂമി. അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ എന്തായിട്ട് മാറി? കൊള്ളക്കാരും കവർച്ചക്കാരുമായിട്ട് മാറി. മരുതം ഭൂപ്രദേശം എന്ന് പറയുന്ന വയൽ പ്രദേശമാണ്, അതായത് നദീതീരമാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രധാന ജോലി കൃഷിയാണ്.
നെയ്തൽ ഭൂപ്രദേശം തീരപ്രദേശമാണ്. അവിടുത്തെ പ്രധാന ഉപജീവന മാർഗ്ഗം മീൻപിടുത്തവും ഉപ്പുകുറുക്കലുമാണ്. ഇവര് ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഇവര് ഈശ്വരനെ ആരാധിച്ചിരുന്നത്. ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഈശ്വരനെ ആരാധിക്കുക. കുറിഞ്ചി ഭൂപ്രദേശത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്നത് മുരുകനെയായിരുന്നു. വേട്ടയാടല് ഇതൊക്കെ മുരുകനുമായി ബന്ധപ്പെട്ടതാണ്. മുരുകനെ സംരക്ഷകൻ എന്ന അർത്ഥത്തിൽ മുരുകനെ ആരാധിച്ചിരുന്നു. കന്നുകാലി മേയ്ക്കുക എന്ന് പറയുമ്പോൾ ഏത് ഹിന്ദുമത ദൈവവുമായി ബന്ധപ്പെട്ടതാണ്? കൃഷ്ണൻ അല്ലേ? ശ്രീകൃഷ്ണൻ. അപ്പോ മുല്ലൈ ഭൂപ്രദേശത്തുള്ളവർ ആരെ ആരാധിച്ചിരുന്നു? ശ്രീകൃഷ്ണനെ ആരാധിച്ചിരുന്നു. ശ്രീകൃഷ്ണനെ ആരാധിച്ചിരുന്നു. പാലൈ ഭൂപ്രദേശം കൊള്ളയും കവർച്ചയുമാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലെ ഇന്നും കാണപ്പെടുന്ന തിരുട്ടു ഗ്രാമങ്ങൾ. തിരുട്ട് ഗ്രാമങ്ങളിലുള്ളവർ കൊള്ളയ്ക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ആരാധനാമൂർത്തിയോട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രധാനമായും ഭദ്രകാളിയോട്. അപ്പോൾ പാലൈ ഭൂപ്രദേശത്തെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. ഇനി മരുതം ഭൂപ്രദേശം കൃഷി സ്ഥലമല്ലേ? കൃഷി ചെയ്യാൻ മണ്ണുണ്ട്, നദീതീരമായതുകൊണ്ട്. ഇനി എന്ത് വേണം? ജലം വേണം. ജലത്തിന്റെ സ്രോതസ് എന്താ? പ്രധാന സ്രോതസ് എന്താ? മഴയാണ് അല്ലെ? അതുകൊണ്ട് മഴദേവനായ ഇന്ദ്രനെ ആരാധിച്ചിരുന്നു. ഇന്ദ്രനെ, ദേവേന്ദ്രനെ ആരാധിച്ചിരുന്നു. നെയ്തൽ ഭൂപ്രദേശം തീരപ്രദേശമാണ്. അവര് പ്രധാനമായും കടലുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ജോലി അല്ലെ? മീൻപിടുത്തമാകട്ടെ, ഉപ്പുകുറുക്കലാകട്ടെ, കടലുമായി സമുദ്രവുമായി ബന്ധപ്പെട്ടല്ലേ? കടലിൽ ഏറ്റവും കൂടുതലുള്ള എന്താ? ജലമാണ്. ജലത്തിന്റെ ദേവൻ ആരാ? വരുണനാണ്. അതുകൊണ്ട് അവരെ ആരാധിച്ചിരുന്നു. വരുണനെ ആരാധിച്ചിരുന്നു. ഓക്കെ, വരുണനെ ആരാധിച്ചിരുന്നു. ഇത് 8ാം ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതോടെ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അപ്പോൾ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കാടും മലയും, അവിടുത്തെ ജോലി വനവിഭവ ശേഖരണമാണ്. കൂടാതെ വേട്ടയാടലാണ്. ആരാധനമൂർത്തി മുരുകൻ. മുല്ലൈ ഭൂപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽമേടുകളും കുറ്റിക്കാടുകളുമാണ്. അവിടുത്തെ പ്രധാന ജോലി കന്നുകാലി മേയ്ക്കലാണ്. അവിടുത്തെ ആരാധനമൂർത്തി ശ്രീകൃഷ്ണനാണ്. പാലൈ എന്ന് പറഞ്ഞാൽ വനപ്രദേശം അഥവാ പാഴ്ഭൂമി, വരണ്ട പ്രദേശം അഥവാ പാഴ്ഭൂമി. അവിടുത്തെ ജോലി വേറെ ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെന്തായിട്ട് മാറി? കൊള്ളക്കാരും കവർച്ചക്കാരുമായിട്ട് മാറി. അവരുടെ ആരാധനമൂർത്തി ഭദ്രകാളിയാണ്. മരുതം എന്ന് പറഞ്ഞാൽ നദീതടമാണ്, സമതല പ്രദേശമാണ്, വയൽ പ്രദേശമാണ്. അവിടുത്തെ ജോലി കൃഷിയാണ്. അവരെ ആരാധിച്ചിരുന്നു. മഴദേവനായ ഇന്ദ്രനെ ആരാധിച്ചു. വല നെയ്യുന്ന സ്ഥലമാണ് നെയ്തൽ എന്നറിയപ്പെടുക. അതായത് സമുദ്രതീരം അഥവാ തീരപ്രദേശം. കടലുമായി ബന്ധപ്പെട്ടാണ് അവർ ജീവിക്കുക. അവരുടെ പ്രധാന ഉപജീവന മാർഗം മീൻപിടുത്തം, ഉപ്പുകുറുക്കൽ എന്നിവ. അവര് ആരെ ദൈവമായി സ്വീകരിച്ചു? ജലദേവനായ സമുദ്രദേവനായ വരുണനെ ഭഗവാനായി സ്വീകരിച്ചു. ക്ലിയർ? ഇനി PSC ചോദിക്കുന്ന മറ്റൊരു ഏരിയ കൂടെ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന വിവരങ്ങളിൽ നിന്ന് PSC ഒന്നുകൂടെ ചോദിക്കും. കുറിഞ്ചി ഭൂപ്രദേശത്തുള്ളവര് വനത്തിലല്ലേ കഴിയുക. അതുകൊണ്ട് അവരെ കാടർ എന്ന് വിളിച്ചിരുന്നു. അവരെ നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നു? കാടർ എന്ന് വിളിച്ചിരുന്നു. അവിടെ പ്രധാന ജോലി വേട്ടയാടലല്ലേ? അതുകൊണ്ട് വേടർ എന്ന് വിളിച്ചിരുന്നു. കാടർ, വേടർ എന്നിവർ ഏത് തിണയിലാണ് വസിച്ചിരുന്നത്? അങ്ങനെയാണ് PSC ചോദിക്കുക. എവിടെ? കുറിഞ്ചിയുടെ. കന്നുകാലികൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെടാ വരിക? പശുവും ആടും. ആടിനെ മേയ്ക്കുന്നവരെ നമ്മൾ ഇടയർ എന്ന് വിളിക്കും. ആടിനെ മേയ്ക്കുന്നവരെ ഇടയർ എന്ന് വിളിക്കും. ആണോ? ആടിനെ മേയ്ക്കുന്നവരെ ഇടയർ എന്ന് വിളിക്കും. പശുവിനെ മേയ്ക്കുന്നവരെയോ? പശുവിന്റെ തമിഴ് വാക്ക് ആയി എന്നാണ്. അപ്പോൾ മുല്ലൈ ഭൂപ്രദേശത്തുള്ളവർ ആരൊക്കെ? ഇടയരും ആയരും. ഇടയരും ആയർ. ഇടയർ ആയർ. അപ്പോൾ കുറിഞ്ചി ഭൂപ്രദേശത്തെ ജനങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടും? കാടരെന്നും വേടരെന്നും അറിയപ്പെടും. മുല്ലൈ ഭൂപ്രദേശത്തെ ജനങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടും? ആടിനെ മേയ്ക്കുന്നവർ ഇടയർ എന്നറിയപ്പെടും. പശുവിനെ മേയ്ക്കുന്നവര് ആയർ എന്നറിയപ്പെടും. അതാണല്ലോ കന്നുകാലികൾ. പാലൈ ഭൂപ്രദേശത്ത് കൊള്ളക്കാരല്ലേ? കൊള്ളക്കാർ. അത് പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കൊള്ളക്കാർ അല്ലേ? കള്ളന്മാർ അഥവാ കൊള്ളക്കാർ എന്നറിയപ്പെടും. മരുതം ഭൂപ്രദേശത്ത് കൃഷി ചെയ്യുന്നവരല്ലേ? കൃഷി ചെയ്യുന്നവർ എന്തൊക്കെ ചെയ്യും? ആദ്യം വയല് ഉഴണം അല്ലേ? അതുകൊണ്ട് ഉഴവർ എന്ന വിഭാഗം കാണപ്പെട്ടു. ഉഴവറുണ്ട്. പിന്നെ ആരുണ്ട്? വിത്ത് വിതയ്ക്കുന്നവരുണ്ട് അല്ലേ? വിധവരുണ്ട്. ഉഴവരും വിധവരും കാണപ്പെടുന്നത് എവിടെയാണ്? മരുതം ഭൂപ്രദേശത്ത്. ഉഴവരും വിധവരും. ഇനി നെയ്തൽ ഭൂപ്രദേശത്ത് വല നെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് നെയ്തൽ എന്നറിയപ്പെടുക. മീൻ പിടിക്കുന്നവര്, മത്സ്യബന്ധനം നടത്തുന്നവര് എന്ത് പേരിൽ അറിയപ്പെടും? ഉപ്പുണ്ടാക്കുന്നവര്. ഉപ്പുണ്ടാക്കുന്നവർ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഉപ്പവർ എന്നറിയപ്പെടും. ഉപ്പവർ. മത്സ്യബന്ധനം നടത്തുന്നവർ എന്ത് പേരിൽ അറിയപ്പെടും? മീനവർ എന്നറിയപ്പെടും. അപ്പോൾ മീനവർ, ഉപ്പവർ തുടങ്ങിയവർ കാണപ്പെടുന്നത് നെയ്തൽ ഭൂപ്രദേശത്ത്. ഉഴവരും വിധവരും കാണപ്പെടുന്നത് മരുതം ഭൂപ്രദേശത്ത്. കൊള്ളക്കാർ കാണപ്പെടുന്നത് പാലൈ ഭൂപ്രദേശത്ത്. ഇടയരും ആയരും കാണപ്പെടുന്നത് മുല്ലൈ ഭൂപ്രദേശത്ത്. കാടരും വേടരും കാണപ്പെടുന്നത് കുറിഞ്ചി ഭൂപ്രദേശത്ത്. ക്ലിയർ ആണ്? ഇത് എത്രയും പഠിച്ചാൽ മിക്കവാറും എല്ലാ പരീക്ഷയിലും ഓരോ മാർക്ക് നിങ്ങളുടെ കൂടെ പോരും. ഈ ഒരൊറ്റ സ്ലൈഡിൽ നിന്നും കേട്ടോ.
അടുത്ത പഠിച്ചാലോ? ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റ് തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു സംഘകാലത്ത് പൊതുവായിട്ട് എന്താ ചെയ്തിരുന്നേ? സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആ വിഭവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് എന്ത് പേരിൽ അറിയപ്പെട്ടു? നൊടുത്തൽ എന്നറിയപ്പെട്ടു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളിലൂടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? അങ്ങാടികൾ എന്നാണ് അറിയപ്പെടുക. ഓക്കെ. അപ്പൊ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥിതി എന്ത് പറയപ്പെടും? നൊടുത്തൽ എന്നറിയപ്പെടും. നൊടുത്തൽ എന്നറിയപ്പെടും. പിൽക്കാലത്ത് നൊടുത്തൽ എന്തായിട്ട് മാറി? അങ്ങാടികളുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചു. പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ അഥവാ അങ്ങാടികൾ എന്നറിയപ്പെടുന്ന ചെറു കച്ചവട കേന്ദ്രങ്ങളിലേക്ക് വഴിതെളിച്ചു. ഓക്കെ അല്ലേ? ഇനി ഈ അങ്ങാടികളാണ് പിൽക്കാലത്ത് വൻകിട കച്ചവട കേന്ദ്രങ്ങൾക്ക് കച്ചവട സംഘങ്ങൾ രൂപീകരിക്കാൻ കാരണമായത്. നമുക്ക് നോക്കാം. പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലവാണവും അല്ലലാവാണവും നളങ്ങാടിയും. അല്ലലാവണവും അല്ലലാവണവും പിന്നെ നളങ്ങാടിയും. അല്ലലാവണം അന്തിച്ചന്ത. അന്തിച്ച് എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നടത്തുന്ന ചന്ത. അല്ലലാവണം എന്ന് പറയുന്നത് എന്താണ്? അന്തിച്ചന്തയും. നാളങ്ങാടി പകൽ ചന്തയുമായിരുന്നു. നാളങ്ങാടി പകൽ ചന്തയുമായിരുന്നു. ഓർമ്മിക്കാം. അങ്ങാടികൾ രണ്ടു വിധം. വൈകിട്ട് നടക്കുന്ന അങ്ങാടികൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? അല്ലലാവാണവും എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ നളങ്ങാടി എന്ന് പറയുന്നത് പകൽ ചന്തയുമായിരുന്നു. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. പകൽ സമയത്തെ അങ്ങാടികൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? നളങ്ങാടി എന്നും വൈകുന്നേരങ്ങളിൽ സന്ധ്യാവേളകളിലെ ചന്ത അഥവാ അങ്ങാടികൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? അലലാവണം എന്ന പേരിലും അറിയപ്പെട്ടു. സെറ്റാണേ, മറക്കില്ലല്ലോ. അടുത്ത സംഘകാലത്തിന് ശേഷം സംഘകാലത്ത് കേരളത്തിൽ ഭരിച്ചിരുന്ന ആരാണ്? ചേരന്മാരാണെന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ? സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിൽ കീഴിലായ ഭൂപ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. ഞാൻ പറഞ്ഞു AD 8-ാം നൂറ്റാണ്ട് വരെയാണ് സംഘകാലം. സംഘകാലത്തിന് ശേഷം ചേരന്മാർ ഭരിച്ചിരുന്ന ഭൂപ്രദേശം അതായത് കേരളം ആരുടെ കീഴിലായി? പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. പെരുമാൾ ഭരണം എന്നർത്ഥം. പെരുമാക്കന്മാർ. അതിനെയാണ് നമ്മൾ മഹോദയപുരം അതായത് കൊടുങ്ങല്ലൂര് ഈ പെരുമാക്കന്മാരാണ് യഥാർത്ഥത്തിൽ മഹോദയപുരം ആസ്ഥാനമായി സ്വീകരിക്കുക. ചേരന്മാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു? എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? അതെ, വഞ്ചി അഥവാ വഞ്ചിമുത്തൂർ എന്ന് പറഞ്ഞു അല്ലെ? ക്രിസ്തുവർഷം അഥവാ കോമൺ എറ പൊതുവർഷം 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം വിദേശരേഖകളില് മക്കോത്തൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. മഹോദയപുരത്തെ മക്കോത്തൈ. ഇന്നത്തെ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം അഥവാ മക്കോത്തൈ കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാക്കൾ പിൽക്കാല ചേരന്മാർ അഥവാ രണ്ടാം ചേരന്മാർ എന്നാണ് അറിയപ്പെടുക. പിൽക്കാല ചേരർ എന്നാണ് അറിയപ്പെടുക. ഇവിടത്തെ രാജാക്കന്മാർ പെരുമാളെന്നും ചേരമാൻ എന്നും കുലശേഖരൻ എന്നും സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. അപ്പോ AD 8-ാം നൂറ്റാണ്ടിന് മുൻപ് അതായത് സംഘകാലത്ത് കേരളം ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരാണ്, ചേരന്മാരാണ്. സംഘകാലത്തിന് ശേഷം അതായത് 9-ാം നൂറ്റാണ്ട് മുതൽ ഭരണം നടത്തുന്നത് രണ്ടാം ചേര രാജാക്കന്മാരാണ്. ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കുലശേഖര രാജാക്കന്മാരെന്ന് വിളിക്കുക. കുലശേഖര രാജാക്കന്മാരെന്ന് വിളിക്കാനും കാരണം ഈ രണ്ടാം ചേര സാമ്രാജ്യം AD 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചത്. AD 9-ാം നൂറ്റാണ്ട് പറയുന്നത് തൊട്ടാ AD 801 തൊട്ടാണ്. മനസ്സിലുണ്ടാവണം. നമ്മൾ 6-ാം ക്ലാസ്സിൽ 1-ാമത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞതാ അല്ലെ? 9-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ AD 801 തൊട്ട് 900 വരെ. AD 9-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഈ രണ്ടാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖര സാമ്രാജ്യം സ്ഥാപിച്ചത് കുലശേഖര ആഴ്വാർ ആയിരുന്നു. ആരാ? കുലശേഖര ആഴ്വാർ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ടാം ചേര സാമ്രാജ്യം എന്ത് പേരിൽ അറിയപ്പെടുക? കുലശേഖര സാമ്രാജ്യം എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ AD 9-ാം നൂറ്റാണ്ട് മുതൽ രണ്ടാം ചേര സാമ്രാജ്യം ഭരണം സ്ഥാപിച്ചു. ആ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് കുലശേഖര ആഴ്വാറാണ്. അതുകൊണ്ടാണ്
ഈ രണ്ടാം ചേര സാമ്രാജ്യം എന്ത് പേരറിയപ്പെടുക? കുലശേഖര രാജവംശം എന്നറിയപ്പെടുക. ഓക്കെ, പെരുമാൾ അതാണ് രാജാക്കന്മാർ. അതുകൊണ്ട് നമ്മൾ അവരെ എന്തെന്നും വിളിക്കാറുണ്ട്? പെരുമാക്കന്മാരെന്നും വിളിക്കാറുണ്ട്. മറ്റൊരു സ്ഥാനപ്പേര് പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നീ സ്ഥാനപ്പേരുകൾ ആര് സ്വീകരിച്ചിരുന്നു? ഈ കുലശേഖര രാജാക്കന്മാർ അഥവാ രണ്ടാം ചേര രാജാക്കന്മാർ സ്വീകരിച്ചിരുന്നു. സംഘകാലത്ത് കേരളം ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരാണ്. അവരുടെ ആസ്ഥാനം വഞ്ചിയാണ്. സംഘകാലത്തിന് ശേഷം പെരുമാൾ അഥവാ ചേരമാൻ അഥവാ കുലശേഖര രാജാക്കന്മാർ ഭരണം സ്ഥാപിച്ചു. ഇത് രണ്ടാം ചേര സാമ്രാജ്യം എന്നറിയപ്പെട്ടു. ആ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം അഥവാ മകോദയ് ആയിരുന്നു. ക്ലിയർ? ഇനി അടുത്ത് പറയുന്നു മഹോദയപുരത്തെ കുറിച്ച്. പൊതുവർഷം അഥവാ കോമൺ എറ സിഇ, കോമൺ എറ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിന് തുടക്കം വരെ. കൃത്യമായി പറഞ്ഞാല് നമ്മൾ എങ്ങനെ പറയാറുണ്ട്? AD 800 മുതൽ, അതായത് സിഇ 800 മുതൽ 1102 വരെ. കൃത്യമായിട്ടുള്ള വർഷം അതാണ്. സിഇ 800 മുതൽ 1102 വരെ, 12-ാം നൂറ്റാണ്ടിന് തുടക്കം വരെ. 12-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1101 മുതൽ 1200 വരെ അല്ലേ? ഇത് 1102 വരെയുള്ളൂ കുലശേഖരന്മാർ കേട്ടോ. അപ്പോൾ 12-ാം നൂറ്റാണ്ടിന് തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു പെരുമാക്കന്മാരുടെ, അതായത് പെരുമാൾമാരുടെ അഥവാ കുലശേഖര രാജാക്കന്മാരുടെ രണ്ടാം ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും മഹോദയപുരം പ്രസിദ്ധമായിരുന്നു. ഈ കുലശേഖര രാജാവാണല്ലോ ആദ്യ ഭരണാധികാരി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകനായ രാമരാജശേഖരൻ അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാമരാജശേഖരന്റെ മകനായ സ്ഥാണു രവിവർമ്മ അധികാരത്തിൽ വന്നു. സ്ഥാണു രവിവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്നത് ഇന്ദുക്കോദവർമ്മയാണ്. ഇന്ദുക്കോദവർമ്മയ്ക്ക് ശേഷം ഭാസ്കര രവിവർമ്മ. അങ്ങനെ ഈ പ്രധാനമായും ഈ കുലശേഖര രാജാക്കന്മാരില് രണ്ടാം ചേര രാജാക്കന്മാര് 13 ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. 13 ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അതില് ഒന്നാമത്തെ ആള് ആരാണ്? നമ്മൾ പറഞ്ഞു കുലശേഖര ആഴ്വാർ. കുലശേഖര ആഴ്വാറാണ്. ആഴ്വാറുടെ കുലശേഖര ആഴ്വാർ മകനാണ് രാജശേഖരവർമ്മ നമ്മൾ പറയും. നമ്മൾ പിന്നീട് 8-ാം ക്ലാസ്സിലെ ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ ശാസനങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ശാസനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ രാജശേഖരവർമ്മന്റെ ശാസനം നമ്മൾ പഠിക്കും. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ആദ്യ ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുന്ന രാജശേഖരവർമ്മനാണ്, രാമരാജശേഖരവർമ്മൻ. അദ്ദേഹം ശിവഭക്തനായിരുന്നു. അതുകൊണ്ട് നമ ശിവായ എന്ന വന്ദന ശ്ലോകത്തോടു കൂടിയാണ് വാഴപ്പള്ളി ശാസനം ആരംഭിക്കുക. കേരളത്തിൽ കണ്ടെത്തിയ ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജശേഖരനാണ് കേട്ടോ. അത് കഴിഞ്ഞ് സ്ഥാണു രവിവർമ്മയെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. സ്ഥാണു രവിവർമ്മയുടെ കാലഘട്ടത്താണ് തരിസാപ്പള്ളി ശാസനം അഥവാ കോട്ടയം ചെപ്പേട് പുറപ്പെടുവിക്കുക. ഓക്കെ, ഭാസ്കര രവിവർമ്മയാണ് ജൂതശാസനം പുറപ്പെടുവിക്കുക. ജൂതശാസനം പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഭാസ്കര രവിവർമ്മയാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കേണ്ടതാണ്. എങ്കിലും ഈ പേരുകൾ ഒന്നും മനസ്സിലുണ്ടാവട്ടെ. പിന്നീട് ഓർക്കുമ്പോൾ നമ്മൾ ഈ കാര്യം കൂടെ ഒന്ന് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. ക്ലിയർ? ഗുഡ്. അവിടെ നമ്മൾ പറയുന്നു പെരുമാൾ ഭരണം, അതായത് കുലശേഖര ഭരണത്തെ കുറിച്ച്. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി വേർതിരിച്ചിരുന്നു. ഓക്കെ, വിവിധ നാടുകളായി വേർതിരിച്ചിരുന്നു. പ്രധാനമായിട്ടും 5 നാടുകളാണ് ഉണ്ടായിരുന്നത്. എത്ര നാടുകൾ? 5 നാടുകളാണ് ഉണ്ടായിരുന്നത്. വേണാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട്, പിന്നെ കർക്കനാട്. ഓക്കെ, അപ്പോൾ പെരുമാൾ ഭരണകാലഘട്ടത്ത്, കുലശേഖര ഭരണകാലഘട്ടത്ത് രാജ്യത്തെ വിവിധ നാടുകളായി വേർതിരിച്ചിരുന്നു. ആ നാടുകൾ ഏതൊക്കെയായിരുന്നു? വേണാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട്, കർക്കനാട്. വേണാട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാ ഇന്നത്തെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളായിരുന്നു. ഇന്നത്തെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ. ഓക്കെ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ. കുട്ടനാട് എന്ന് പറയുമ്പോൾ കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി എന്നിവ. ഓക്കെ, ഈ ഏകദേശം കൃത്യം അതിർത്തിയൊന്നുമല്ല, ഏകദേശം ഈ ഭൂപ്രദേശങ്ങൾ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു കുട്ടനാട്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നിവ ഏതൊരു ഭാഗമായിരുന്നു? വേണാടായിരുന്നു. കോട്ടയത്തിന്റെ കുറച്ച് ഭാഗം വേണാടിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്,
ജില്ലയുടെ കൃത്യമായ അതിർത്തിയല്ല ഞാൻ പറയുക. ഏകദേശം ഈ ഭൂപ്രദേശങ്ങൾ. കുടനാടെന്ന് പറയുമ്പോൾ തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോടിന്റെ തെക്ക് ഭാഗം, കോഴിക്കോടിന്റെ സൗത്ത്, കോഴിക്കോടിന്റെ തെക്ക് ഭാഗം. പൂഴിനാടെന്ന് പറയുമ്പോൾ കോഴിക്കോടിന്റെ വടക്ക്, പിന്നെ കണ്ണൂര്, കാസർഗോഡ് എന്നിവ. കണ്ണൂര്, കാസർഗോഡ് എന്നിവയാണ് പൂഴിനാടിൽ വരിക. കർക്കനാട് എന്ന് പറയുമ്പോൾ പിന്നെ ഒരേ ഒരു ജില്ലയുള്ള ഏതാ? വയനാട് അല്ലെ? വയനാടും പിന്നെ ഇന്നത്തെ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായ ഗൂഡല്ലൂരും. ഈ ഗൂഡല്ലൂരും ചേർന്നതാണ് എന്ത്? കർക്കനാട് എന്ന് പറയാം. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. നമുക്ക് എന്ത് പഠിച്ചാൽ മതി? ഈ 5 നാടുകളുടെയും പേര് മാത്രം പഠിച്ചാൽ മതി. വേണാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട്, കർക്കനാട്. ബാക്കി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏകദേശം ഇന്ന ഭൂപ്രദേശമാണ് ഇത് പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ പെരുമാൾ കാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി വേർതിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും നാടുകളെ ദേശങ്ങളായി വേർതിരിച്ചിരുന്നു. ഈ ദേശങ്ങളെ കരകളായും വേർതിരിച്ചിരുന്നു. ദേശങ്ങളെ കരകളായും വേർതിരിച്ചിരുന്നു. നാടുകളുടെ ഭരണം ആർക്കായിരുന്നു? നാടുവാഴിക്കായിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴിക്ക്. ദേശങ്ങളുടെ ഭരണം ആർക്കാ? ദേശവാഴിക്ക്. എളുപ്പം. കാണാതെ പഠിക്കേണ്ടല്ലോ. നാടിന്റെ ഭരണം നാടുവാഴിക്ക്, ദേശത്തിന്റെ ഭരണം ദേശവാഴിക്ക്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് എന്താ? ഈ ദേശങ്ങളെ പിന്നീട് കരകളായി വേർതിരിച്ചിരുന്നു അല്ലെ? കരകളായി വേർതിരിച്ചിരുന്നു. ദേശവാസികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഓക്കെ. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. അതായത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു കൂട്ടം ആൾക്കാരായിരുന്നു പഞ്ചായത്തിൽ വരിക. ഒരു കൂട്ടം ആൾക്കാർ. ഓക്കെ. ഒരു കൂട്ടം ആൾക്കാർ ചേർന്നാണ് പഞ്ചായത്ത് എന്ന് പറയുക. ആ പഞ്ചായത്തുകളെല്ലാം കൂടെ ചേർന്ന് ദേശമായിട്ട് മാറും. ദേശത്തില് ദേശവാഴിയുണ്ട്. ദേശീയവാഴിയെ സഹായിക്കുവാൻ ഈ പഞ്ചായത്തുകളുടെ പ്രതിനിധികളിൽ കുറച്ചുപേരുടെ ഉണ്ടാവും. പഞ്ചായത്തുകളിൽ പ്രതിനിധികളിൽ കുറച്ചുപേരുടെ ഉണ്ടാവും. അതാണ് ദേശക്കൂട്ടം എന്ന് നമ്മൾ വിളിക്കുക. ആ ദേശങ്ങൾ ചേർന്ന് നാടുകളായിട്ട് മാറും. ആ നാടിന് ഒരേ ഒരു ഭരണാധികാരിയേ ഉള്ളൂ, നാടുവാഴി. ആ നാടുകൾക്കെല്ലാം ചേർന്നതാണ് പെരുമാൾ എന്ന രാജാവ്. പെരുമാൾ എന്ന രാജാവ്. ഓക്കെ. അപ്പോൾ പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ നാടുകളായി വേർതിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകൾ ആയിട്ടും വേർതിരിച്ചിരുന്നു. നാടുവാഴികൾ നാടിന്റെ ഭരണാധികാരികൾ, ദേശവാഴി ദേശത്തിന്റെ ഭരണാധികാരികൾ. ഇനി ദേശക്കൂട്ടങ്ങൾ ആരെ സഹായിച്ചിരുന്നു? ദേശവാഴിയെ സഹായിച്ചിരുന്നു. ഇത് കൂടാതെ കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് ആരാണ്? പഞ്ചായത്തുകളുമാണ്. അപ്പോൾ പെരുമാൾ ഭരണകാലത്ത് കേരളത്തിൽ എത്ര നാടുകൾ ഉണ്ടായിരുന്നു? 5 നാടുകൾ. വേണാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട്, കർക്കനാട്. ക്ലിയർ? ഇനി അടുത്ത പെരുമാൾ ഭരണവുമായി ബന്ധപ്പെട്ട ആശയം നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. പെരുമാൾ രാജ്യത്തിന്റെ ഭരണാധികാരി പെരുമാളാണ്. അതിനെ നാടുകളെ വേർതിരിച്ചാണല്ലോ. നാടിന്റെ ഭരണാധികാരി ആരാ? നാടുവാഴി. നാടിന്റെ ഭരണാധികാരി ആരാ? നാടുവാഴി. നമുക്കറിയാം അല്ലെ? ദേശത്തിന്റെ ഭരണാധികാരി ആരാ? ദേശവാഴി. ദേശവാഴിയെ സഹായിക്കുവാനായിട്ട് എന്തുണ്ട്? ദേശക്കൂട്ടമുണ്ട്. ദേശക്കൂട്ടമുണ്ട് അല്ലെ? ഇനി കരകളുടെ ഭരണാധികാരി ആരാ? പഞ്ചായത്താണ്. അത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ വീണ്ടും രേഖപ്പെടുത്തി. അത്രമാണ്. ക്ലിയർ? ഇനി അടുത്ത് പഠിച്ചാലോ? കുലശേഖര സാമ്രാജ്യം 1102 വരെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. എന്നോട്ട് 800 തൊട്ട് 1102 വരെ. ഓക്കെ. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലഘട്ടത്തിലുണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരം, തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കം, അതായത് ചുങ്കം എന്ന് ഉദ്ദേശിക്കുന്ന നികുതിയാണ് കേട്ടോ, ടാക്സ്. ചുങ്കവും പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യ ആകമാനം നിലവിലുണ്ടായിരുന്ന കച്ചവട സംഘങ്ങളായിരുന്നു അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയവ. ഈ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് കാരണമായി. അതായത് അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ എന്ന കച്ചവട സംഘങ്ങള് രാജാവിന് എന്ത് കൊടുക്കണം? കച്ചവടത്തിന് ആവശ്യമായ അവരുടെ കച്ചവടത്തിന്റെ നിശ്ചിത വരുമാനത്തിന്റെ നിശ്ചിത വരുമാനത്തിന്റെ ഒരു ശതമാനം എന്ത് ചെയ്യണം? രാജാവിന് ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കച്ചവടം മെച്ചപ്പെട്ടപ്പോൾ രാജാവിന് മെച്ചപ്പെട്ട നികുതി ലഭിച്ചു. അത് രാജ്യ പുരോഗതിക്ക് കാരണമായി തീരുകയും ചെയ്തു. ഈ കച്ചവട സംഘങ്ങളെ പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. കേരളത്തിൽ നിലനിന്ന കച്ചവട സംഘങ്ങൾ പൊതുവായി അറിയപ്പെട്ടത് വാർത്തക സംഘങ്ങൾ എന്നായിരുന്നു. എന്താണ്? വാർത്തക സംഘങ്ങൾ എന്നറിയപ്പെട്ടു. വാർത്തക സംഘങ്ങൾ എത്ര വിധം? 4 വിധം. വാർത്തക സംഘങ്ങൾ 4 വിധം. ഏതൊക്കെയാണ്? 1, 5 വണ്ണം.
അഞ്ചുവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തരം ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നു. 5 തരം ചരക്കുകൾ അഥവാ സുഗന്ധവ്യഞ്ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന 5 തരം ചരക്ക് വ്യാപാരം നടത്തുന്ന, ചരക്കെന്ന് ഉദ്ദേശിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ്. അതെങ്കിൽ മലഞ്ചരക്ക് എന്ന് നമ്മൾ പറയും. 5 തരം ചരക്ക് വ്യാപാരം നടത്തുന്ന ജൂതന്മാരുടെ അഥവാ യഹൂദന്മാരുടെ കച്ചവട സംഘമാണ് അഞ്ചുവണ്ണം. 5 തരം ചരക്ക് വ്യാപാരം നടത്തുന്ന യഹൂദന്മാരുടെ അഥവാ ജൂതന്മാരുടെ കച്ചവട സംഘമാണ് അഞ്ചുവണ്ണം എന്ന് പറയുക. ഇനി 2 മണിഗ്രാമം. മണിഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? രത്നവ്യാപാരം നടത്തുന്ന രത്നവ്യാപാരം നടത്തുന്ന സിറിയൻ ക്രിസ്ത്യാനികളുടെ കച്ചവട സംഘമാണ്. സിറിയൻ ക്രിസ്ത്യാനികളുടെ കച്ചവട സംഘമാണെന്ത്? മണിഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ അഞ്ചുവണ്ണം എന്ന് പറഞ്ഞാൽ 5 തരം ചരക്ക് വ്യാപാരം നടത്തുന്ന ജൂതന്മാരുടെ അഥവാ യഹൂദന്മാരുടെ കച്ചവട സംഘം. മണിഗ്രാമം എന്ന് പറഞ്ഞാൽ രത്നവ്യാപാരം നടത്തുന്ന സിറിയൻ ക്രിസ്ത്യാനികളുടെ കച്ചവട സംഘം. ഇനി വളഞ്ചിയർ എന്ന് പറഞ്ഞാലോ? വളഞ്ചിയർ എന്ന് പറഞ്ഞാല് വിദേശ വ്യാപാര ബന്ധമുള്ള വിദേശ വ്യാപാര ബന്ധമുള്ള സ്വദേശികളായ വൻകിട കച്ചവടക്കാർ. വിദേശ വ്യാപാര ബന്ധമുള്ള സ്വദേശികളായ വൻകിട കച്ചവടക്കാരാണ് എന്ത് പേരിൽ അറിയപ്പെടുക? വളഞ്ചിയർ എന്ന പേരിൽ അറിയപ്പെടുക. ഇനി നാനാദേശികൾ എന്ന് പറഞ്ഞാലോ? ആരാ ഈ നാനാദേശികൾ? ആ വാക്കിൽ തന്നെയുണ്ട് അല്ലേ? നാനാദേശത്തും പോയി കച്ചവടം നടത്തുന്നവർ. എല്ലാ സ്ഥലത്തും പോയി കച്ചവടം നടത്തുന്നവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ചെറുകിട കച്ചവടക്കാരായിരിക്കൂലേ? അപ്പോ സ്വദേശികളായ ചെറുകിട കച്ചവടക്കാരാണ് നാനാദേശികൾ എന്ന് പറയാം. ഓക്കെ, അപ്പോ കേരളത്തിൽ നിലനിന്ന കച്ചവട സംഘങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? വാർത്തക സംഘങ്ങൾ എന്നറിയപ്പെട്ടു. വാർത്തക സംഘങ്ങൾ എത്ര വിധമുണ്ട്? 4 വിധമുണ്ട്. ഒന്ന് അഞ്ചുവണ്ണം. അഞ്ചുവണ്ണം എന്ന് പറഞ്ഞാൽ 5 തരം ചരക്ക് വ്യാപാരം നടത്തുന്ന ജൂതന്മാരുടെ അഥവാ യഹൂദന്മാരുടെ കച്ചവട സംഘം. മണിഗ്രാമം എന്ന് പറഞ്ഞാൽ രത്നവ്യാപാരം ചെയ്തിരുന്ന സിറിയൻ ക്രിസ്ത്യാനികൾ. വളഞ്ചിയർ എന്ന് പറഞ്ഞാൽ വിദേശ വ്യാപാര ബന്ധമുള്ള സ്വദേശികളായ വൻകിട കച്ചവടക്കാരാണ്. നാനാദേശികൾ എന്ന് പറഞ്ഞാൽ സ്വദേശികളായ ചെറുകിട കച്ചവടക്കാർ. ക്ലിയർ ആണ്? സാംസ്കാരിക ജീവിതത്തിലേക്ക്. പെരുമാൾ ഭരണകാലഘട്ടത്ത് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായി മാറി. അതായത് ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു കച്ചവട കേന്ദ്രങ്ങൾ നിലനിന്നിരുന്നത്. അപ്പോ കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായി മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വരുന്നതിനാൽ ജാതി വ്യവസ്ഥകൾ രൂപം കൊണ്ടു. ഞാൻ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി ജാതി വ്യവസ്ഥ രൂപം കൊള്ളുന്നത് AD 9-ാം നൂറ്റാണ്ട് മുതലാണ്. അതുവരെ എന്തില്ല? ജാതി വ്യവസ്ഥിതിയില്ല, സ്ത്രീ പുരുഷ വേർതിരിവില്ല. ഓക്കെ, AD 9-ാം നൂറ്റാണ്ട് മുതലാണ് ജാതി വ്യവസ്ഥിതി വരിക. അതായത് സംഘകാലത്ത് എന്തില്ല? ജാതി വ്യവസ്ഥിതിയില്ല. മനസ്സിലായോ? AD 9-ാം നൂറ്റാണ്ട് മുതൽ സംഘകാലത്തിന് ശേഷമാണ് പെരുമാക്കൾ വരിക. ആ പെരുമാക്കളുടെ കാലഘട്ടത്താണ് എന്ത് ചെയ്യുന്നത്? ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വരുന്നതിനാൽ ജാതി വ്യവസ്ഥിതി അവിടെ രൂപം കൊണ്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. അനുഷ്ഠാന കലയായ കൂത്തും കൂടിയാട്ടവും കേരളത്തിൽ പ്രചാരം ആരംഭിച്ചത് AD 9-ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ പെരുമാക്കളുടെ കാലഘട്ടത്ത്, അല്ലെങ്കിൽ കുലശേഖരന്മാരുടെ കാലഘട്ടത്ത്, അല്ലെങ്കിൽ ചേരമാന്മാരുടെ കാലഘട്ടത്ത്, അതുമല്ലെങ്കിൽ 2-ാം ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്ത്. അല്ലെ? കൂത്ത്, കൂടിയാട്ടം എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകിയ കുലശേഖര രാജാവ് കുലശേഖര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ കുലശേഖര ആഴ്വാറായിരുന്നു. കുലശേഖര ആഴ്വാറുടെ കാലഘട്ടത്താണ് കൂത്ത്, കൂടിയാട്ടം എന്നിവ ആരംഭിക്കുക. കുലശേഖര ആഴ്വാറാണ് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരി. കുലശേഖര ആഴ്വാറുടെ സദസ്യനായിരുന്നു തോലൻ. ഈ തോലനാണ് കൂത്ത്, കൂടിയാട്ടം എന്നിവയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ആട്ടപ്രകാരം, ക്രമദീപിക എന്നിവ രചിച്ചത്.
ആട്ടപ്രകാരം, ക്രമദീപിക എന്നീ 2 പുസ്തകങ്ങൾ എന്തിന്റെ അടിസ്ഥാനമാണ്? എന്തിന്റെ അടിസ്ഥാനമാണ്? കൂത്ത്, കൂടിയാട്ടം എന്നിവയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. അത് രചിച്ചതാരാണ്? കുലശേഖരാഴ്വാരുടെ സദസ്സനായ തോഴനാണ്. അപ്പൊ കൂത്ത്, കൂടിയാട്ടം എന്നിവ തുടക്കം കുറിച്ചത് ഏത് പെരുമാളുടെ കാലഘട്ടത്ത്? ഏത് കുലശേഖര രാജാവിന്റെ കാലഘട്ടത്ത്? ഏത് രണ്ടാം ചേര സാമ്രാജ്യത്തിലെ ഭരണാധികാരിയുടെ കാലഘട്ടത്ത്? എന്ന് ചോദിച്ചാൽ ആരുടെ കാലഘട്ടത്ത്? കുലശേഖരാഴ്വാരുടെ കാലഘട്ടത്ത്. ഓക്കെ. കുലശേഖരാഴ്വാരുടെ സദസ്യനായിരുന്നു തോലൻ. തോലനാണ് കൂത്ത്, കൂടിയാട്ടം എന്നിവയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ആട്ടപ്രകാരം, ക്രമദീപിക എന്നിവ എഴുതുന്നത്. ആദ്യം ക്ഷേത്രങ്ങളിലാണ് ഈ കൂത്ത്, കൂടിയാട്ടം എന്നിവ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ക്ഷേത്ര കലകളെന്ന രീതിയിൽ ഈ കലകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എന്താരംഭിച്ചു? കൂത്ത്, കൂടിയാട്ടം എന്നിവ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പിൽക്കാലത്ത് എന്ത് രൂപം കൊള്ളുക? കൂത്തമ്പലങ്ങൾ രൂപം കൊള്ളുക. എന്ത് രൂപം കൊള്ളുക? കൂത്തമ്പലങ്ങൾ രൂപം കൊള്ളുക. അത് ദയവായിട്ട് ഓർമ്മിക്കണം കേട്ടോ. ആദ്യകാലത്ത് കൂത്ത്, കൂടിയാട്ടം എന്നിവ അവതരിപ്പിച്ച ക്ഷേത്രങ്ങളിലായിരുന്നു. പിൽക്കാലത്ത് ഈ കലകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൂത്തമ്പലങ്ങൾ രൂപം കൊള്ളുക. ഈ കൂത്തമ്പലങ്ങളിൽ പിൽക്കാലത്ത് ദേവദാസ സമ്പ്രദായം മുതലെടുത്തു. ഈ ദേവദാസ സമ്പ്രദായത്തിൽ നിന്നാണ് കേരളത്തിലെ മോഹിനിയാട്ടവും തമിഴ്നാട്ടിലെ ഭരതനാട്യം രൂപം കൊള്ളുക. നമ്മൾ പിന്നീട് പഠിക്കും. ആ കൂത്തമ്പലങ്ങൾ ദയവായിട്ട് ഓർത്ത് വെക്കുക. ക്ലിയർ ആണ്. അപ്പൊ നമ്മളിന്ന് സംഘകാലത്തെ കുറിച്ച് പഠിച്ചു. സംഘകാലത്തിന് ശേഷമുള്ള പെരുമാൾമാരുടെ അഥവാ രണ്ടാം ചേര സാമ്രാജ്യത്തെക്കുറിച്ച് അഥവാ കുലശേഖര സാമ്രാജ്യത്തെ കൂടെ പഠിച്ചുറപ്പിച്ചു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കുറേയധികം കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. ഇത്രയും കൃത്യമായി മനസ്സിലാക്കി പഠിച്ചുറപ്പിച്ച് വരുവാനായിട്ട് ശ്രമിക്കാം. ബൈ ബൈ.